നല്ലോണം ശ്രദ്ധിച്ചോളൂ. വിനോദത്തിലും കളിയിലും തമാശയിലും കോമഡിയിലും സിനിമയിലും നാടകത്തിലും സീരിയലിലും അതുപോലത്തതിലുമായി കറങ്ങുന്ന ആളുകളാണോ മുന്നിൽ വരുന്നത്? അതുപോലത്തെ വിനോദികളാണ്, അതുപോലത്തെ ആളുകളാണ് നിന്റെ മുന്നിൽ വരുന്നത്. ഏതിലാ നീ പെട്ടിരിക്കുന്നത് എന്ന് നല്ലോണം ഒന്ന് ചിന്തിക്കണം. വൈകാനൂ അഹ്ല ദിക്രിൻ, അതേ മരിക്കുന്ന ആള്, മരിക്കാൻ കിടക്കുന്ന ആള് ദിക്റും സ്വലാത്തും മറ്റുമൊക്കെയായി നല്ല ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട ദിക്റുകളൊക്കെ പതിവാക്കുന്ന ആളാണ്. എന്നാൽ മുന്നിൽ വന്നിരിക്കുന്നവരോ ഫഅഹ്ലുദ്ദിക്ർ, നല്ല നല്ല മഹാന്മാരാണ്. സന്തോഷത്തോടെ ദിക്റ് ചൊല്ലാൻ പറ്റുന്നവരാണ്. അവരെ കാണുമ്പോഴേക്ക് മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വലിയ സന്തോഷം തോന്നുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിൻ്റെ മുന്നേ മരിക്കാൻ പോവുകയാണെന്നും ഇനി അധിക നാൾ ഈ ലോകത്ത് ഇല്ല എന്നും തൻ്റെ സഹപ്രവർത്തകരോട്, തൻ്റെ കൂടെ നിൽക്കുന്നവരോട് സൂചനകൾ നൽകുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ഈ ഒരു വിട പറയൽ നമ്മളെ എല്ലാവരും കരയിപ്പിച്ചുകൊണ്ടുള്ള ഏറെ വലിയ നഷ്ടം, ഒരു പണ്ഡിതന്റെ, ഒരു നല്ല വലിയൊരു മനുഷ്യന്റെ നഷ്ടമാണ് മസൂദ് സഖാഫി ഉസ്താദിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. അപ്പോൾ ഉസ്താദിന്റെ അവസാനത്തെ ഒരു പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയുണ്ടായി. ആ പ്രഭാഷണത്തിൽ ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഉസ്താദ് ഒരൊറ്റ ഫ്രെയിമിൽ ഒതുക്കി പറയുന്നുണ്ട്. അവസാനം മരണത്തെക്കുറിച്ചും പ്രിയപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞു വെക്കുമ്പോൾ നമുക്കൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട് ഉസ്താദിൻ്റെ ഈ ഒരു പ്രഭാഷണത്തിലൂടെ. ഇന്ന് മുസ്ലിം സമൂഹം എന്ന് പറയുന്ന മുസ്ലിം നാമധാരികൾ ചെയ്തു കൂട്ടുന്ന പേക്കൂത്തുകൾക്കെതിരെ ഉസ്താദ് കൃത്യമായിട്ട് പ്രതികരിക്കുമ്പോൾ നമ്മളൊക്കെ, നമ്മുടെ മക്കളും നമ്മളുടെ മാതാപിതാക്കളും നമ്മുടെ കുടുംബങ്ങൾ അടങ്ങുന്ന ഈ ഒരു സംഘം ഇതിൽ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് ആലോചിക്കേണ്ട, ഗൗരവത്തിൽ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സിനിമാ ലോകത്തും സംഗീതത്തിൻ്റെ ലോകത്തും മയങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഉസ്താദ് താക്കീത് നൽകിക്കൊണ്ട് ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ഉസ്താദ് പറഞ്ഞു വെച്ചത് വലിയ വാക്കുകളാണ്, നമ്മളൊക്കെ ഏറെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അവസാനം മരണത്തെക്കുറിച്ചും ഉസ്താദ് പറഞ്ഞു വെക്കുമ്പോൾ ഒരു നാൾ ഇതുപോലെ നമ്മളും ഇവിടെ നിന്ന് മടങ്ങേണ്ടവരാണ്. ഒരുപക്ഷെ അന്ന് പ്രിയപ്പെട്ടവരോടും നമ്മുടെ വേണ്ടപ്പെട്ടവരോടും വിട പറയാൻ പോലും, യാത്രയയപ്പ് നൽകാൻ പോലും ഒരുപക്ഷെ നമുക്ക് സാധിച്ചേക്കണമെന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അപകട മരണങ്ങളെ തൊട്ട്, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മസ്ഊദ് സഖാഫി ഉസ്താദ് ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരുപാട് നന്മകൾ ഈ ലോകത്ത് ഇട്ടേച്ചു പോയിട്ടാണ് ഉസ്താദ് നമ്മിൽ നിന്ന് വിട പറയുന്നത്. ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ, ആരെയും കുത്തി നോവിക്കാത്ത, വെറുപ്പിക്കാത്ത, സ്നേഹം മാത്രം തുളുമ്പി നിൽക്കുന്ന, പുഞ്ചിരിക്കുന്ന ചില പ്രഭാഷണങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെ, ഒരു മനുഷ്യൻ വിട പറയുമ്പോൾ ഒരുപാട് പേർ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ, ആമീൻ എടുക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ് ഈ ലോകത്തിൽ ഇനി ഉസ്താദിനെ നേടാനുള്ളത്? പ്രിയപ്പെട്ട മസ്ഊദ് സഖാഫി ഉസ്താദും അവരുടെ മുഹിബ്ബീങ്ങൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങളായിട്ടുള്ള ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന, അവരുടെ പ്രഭാഷണങ്ങൾ സ്നേഹത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരുന്ന നമുക്കൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. എന്നാലും ഒരു നാൾ നമുക്കും ഇതുപോലെയുള്ളൊരു മരണം വരാനുണ്ട്. അത് ചിലപ്പോൾ ആരോടും ചോദിക്കാതെയും ആരോടും പറയാൻ സമയം കിട്ടാതെയുമായിരിക്കാം. മസ്ഊദ് സഖാഫി ഉസ്താദിൻ്റെ ഖബറിടത്തെ അള്ളാഹു സ്വർഗീയ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. സ്വർഗത്തിൽ അള്ളാഹു ഉന്നത സ്ഥാനം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.